നമുക്ക് എക്സസൈസ് 8.1 സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് ദ ഡയഗണൽസ് ഓഫ് എ പാരലലോഗ്രാം ആർ ഈക്വൽ ദെൻ ഷോ ദാറ്റ് ഇറ്റ് ഈസ് എ റെക്റ്റാങ്കിൾ. അതായത് ഒരു പാരലലോഗ്രാമിൻ്റെ ഡയഗണൽസ് രണ്ടും ഈക്വൽ ആണെങ്കിൽ അതൊരു റെക്റ്റാങ്കിൾ ആണ് എന്ന് പ്രൂവ് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ. നമുക്ക് എങ്ങനെ പ്രൂവ് ചെയ്യാം? ഇത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ക്വാഡ്രിലാറ്ററൽ വരച്ചിട്ടുണ്ട്. അതിന് ABCD എന്ന് പേരും കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ക്വാഡ്രിലാറ്ററൽ ഒരു റെക്റ്റാങ്കിൾ ആണ് എന്ന് പ്രൂവ് ചെയ്യണം അല്ലേ? എങ്ങനെ പ്രൂവ് ചെയ്യാം? നമ്മൾ ട്രയാങ്കിൾ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ പഠിച്ചിരുന്നു അല്ലേ? ആ ചാപ്റ്ററിൽ നമ്മൾ കോൺഗ്രുവൻസ് റൂൾസ് വെച്ചിട്ട് രണ്ട് ട്രയാങ്കിൾസിൻ്റെ കോൺഗ്രുവൻസ് പ്രൂവ് ചെയ്തിരുന്നു അല്ലേ? ഇപ്പോൾ ഇവിടെ നമ്മൾ ഡയഗണൽസ് വരച്ചു കഴിഞ്ഞപ്പോൾ ഇവിടെ നമുക്ക് 4 ട്രയാങ്കിൾസ് ഫോം ചെയ്തിട്ടുണ്ട്. ABC എന്ന് പറയുന്ന ഒരു ട്രയാങ്കിളും ABD എന്ന് പറയുന്ന ഒരു ട്രയാങ്കിളും ADC എന്ന് പറയുന്ന ഒരു ട്രയാങ്കിളും അതുപോലെ BDC എന്ന് പറയുന്ന വേറൊരു ട്രയാങ്കിളും ഉണ്ട് അല്ലേ? അപ്പോൾ നമുക്കിവിടെ രണ്ട് ട്രയാങ്കിൾസിനെ കൺസിഡർ ചെയ്ത് കോൺഗ്രുവൻസ് റൂൾ അപ്ലൈ ചെയ്ത് നോക്കാം. ട്രയാങ്കിൾ എന്ന ചാപ്റ്റർ നിങ്ങൾ ഓർക്കുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അത് മറന്നു പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാനിവിടെ ഡിസ്ക്രിപ്ഷനിലും ഐ ബട്ടണിലും കൊടുക്കാം. അപ്പോൾ അതൊന്ന് റിവൈസ് ചെയ്തിട്ട് വരിക. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ നമുക്ക് ഈ BAD എന്ന് പറയുന്ന ഈ ട്രയാങ്കിളും അതുപോലെ ABC എന്ന് പറയുന്ന ഈ ട്രയാങ്കിളും, ഈ രണ്ട് ട്രയാങ്കിൾസിനെ കൺസിഡർ ചെയ്യാം. ഇൻ ട്രയാങ്കിൾ BAD ആൻഡ് ട്രയാങ്കിൾ ABC, ഈ രണ്ട് ട്രയാങ്കിളിനെ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ AD എന്ന് പറയുന്ന സൈഡും BC എന്ന് പറയുന്ന സൈഡും ഈക്വൽ ആണ് അല്ലേ? കാരണം ഒരു പാരലലോഗ്രാമിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്സ് ആണ് അല്ലേ? അപ്പോൾ നമുക്കിതിനെ AD ഈസ് ഈക്വൽ ടു BC എന്ന് എഴുതാം. റീസൺ എന്താണ്? ഓപ്പോസിറ്റ് സൈഡ്സ് ഓഫ് എ പാരലലോഗ്രാം. നമ്മൾ എക്സാമിനൊക്കെ എഴുതുമ്പോൾ എപ്പോഴും ഇങ്ങനെ റീസൺ എഴുതി വെക്കുന്നത് മാർക്ക് സ്കോർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഇനി അടുത്ത സൈഡ് നോക്കാം. AB എന്ന് പറയുന്ന സൈഡ് ഈ രണ്ട് ട്രയാങ്കിൾസിനും കോമൺ ആണ് അല്ലേ? ഈ BAD എന്ന് പറയുന്ന ട്രയാങ്കിളിനും ABC എന്ന് പറയുന്ന ട്രയാങ്കിളിനും കോമൺ ആണ് AB എന്ന് പറയുന്ന സൈഡ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? AB ഈസ് ഈക്വൽ ടു AB എന്ന് എഴുതാം അല്ലേ? ഈ അടുത്ത സൈഡ് ഏതാണ്? ഈ BDയും ACയുമാണ് അല്ലേ? ഈ സൈഡ്സിൻ്റെ പ്രത്യേകത എന്താണ്? ഇത് രണ്ടും ഡയഗണൽസ് ആണ് അല്ലേ? നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് ഡയഗണൽസ് രണ്ടും ഈക്വൽ ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? AC ഈസ് ഈക്വൽ ടു BD എന്ന് എഴുതാം അല്ലേ? ഗിവൺ. ഇപ്പം നോക്കി, നമുക്ക് കിട്ടിയിരിക്കുന്നത് ഈ 3 സൈഡ്സ് ഈക്വൽ ആണെന്നാണ് കിട്ടിയിരിക്കുന്നത് അല്ലേ? ഇത് ഏത് കോൺഗ്രുവൻസ് റൂളായിരുന്നു? SSS കോൺഗ്രുവൻസ് റൂൾ ആയിരുന്നു അല്ലേ? സൈഡ് 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 കോൺഗ്രുവൻസ് റൂൾ. അപ്പോൾ ഈ SSS കോൺഗ്രുവൻസ് റൂൾ വെച്ചിട്ട് നമുക്ക് ഈ രണ്ട് ട്രയാങ്കിൾസ്, അതായത് DABയും ABCയും കോൺഗ്രുവൻ്റ് ആണെന്ന് പറയാൻ പറ്റും. Therefore, ട്രയാങ്കിൾ BAD കോൺഗ്രുവൻ്റ് ടു ട്രയാങ്കിൾ ABC. ഏത് റൂളാണ്? SSS കോൺഗ്രുവൻസ് റൂൾ അല്ലേ? അപ്പോൾ ഈ രണ്ട് ട്രയാങ്കിൾസും കോൺഗ്രുവൻ്റ് ആണെന്ന് പ്രൂവ് ചെയ്തതുകൊണ്ട് നമുക്ക് CPCT, അതായത് കറസ്പോണ്ടിങ് പാർട്സ് ഓഫ് കോൺഗ്രുവൻ്റ് ട്രയാങ്കിൾസ് എന്ന് പറയുന്ന ഒരു റൂൾ ഉണ്ടായിരുന്നു അല്ലേ? അത് വെച്ചിട്ട് നമുക്ക് ഈ DAB എന്ന് പറയുന്ന ഈ ആംഗിളും അതുപോലെ CBA എന്ന് പറയുന്ന ഈ രണ്ട് ആംഗിൾസും ഈക്വൽ ആണെന്ന് പറയാൻ പറ്റില്ലേ? അതായത് ആംഗിൾ DAB ഈക്വൽ ടു ആംഗിൾ CBA. DAB ഈ ആംഗിളും അതുപോലെ CBA ഈ ആംഗിളും, ഈ രണ്ട് ആംഗിൾസും ഈക്വൽ ആണ്. അതിൻ്റെ റീസൺ എന്തായിരുന്നു? CPCT അല്ലേ? CPCT എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? കറസ്പോണ്ടിങ് പാർട്സ് ഓഫ് കോൺഗ്രുവൻ്റ് ട്രയാങ്കിൾസ്. ഇതൊരു പാരലലോഗ്രാം ആണെന്ന് നമ്മളോട് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഇതൊരു പാരലലോഗ്രാം ആയതുകൊണ്ട് AD പാരലൽ ടു BC ആയിരിക്കും അല്ലേ? അതുകൂടി നമുക്കൊന്ന് എഴുതാം. AD പാരലൽ ടു BC. പക്ഷേ ഇപ്പോഴും നമ്മളിത് റെക്റ്റാങ്കിൾ ആണെന്ന് പ്രൂവ് ചെയ്തിട്ടില്ല അല്ലേ? പക്ഷെ നമ്മൾ വേറൊരു കാര്യം ഇവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ആംഗിൾ DABയും ആംഗിൾ CBAയും ഈക്വൽ ആണ് അല്ലേ? പിന്നെ നമ്മൾ ഈ കണ്ടുപിടിച്ചിരിക്കുന്ന DABയും CBAയും ഈ രണ്ട് ആംഗിൾസ് വെച്ചിട്ട് ഈ രണ്ട് ആംഗിൾസ് കോ ഇൻറ്റീരിയർ ആംഗിൾസ് ആണ് അല്ലേ? കോ ഇൻറ്റീരിയർ ആംഗിൾസിൻ്റെ പ്രത്യേകത എന്താണ്? അതിൻ്റെ സമ്മ് 180 ഡിഗ്രി ആയിരിക്കും അല്ലേ? അപ്പോൾ നമുക്കതിനെ എങ്ങനെ എഴുതാം? ആംഗിൾ DAB പ്ലസ് ആംഗിൾ CBA ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി എന്ന് എഴുതാം അല്ലേ? അതിൻ്റെ റീസണും കൂടെ നമുക്ക് എഴുതാം.
co-interior. പിന്നെ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു ആംഗിൾ ഡി എ ബി ഈസ് ഈക്വൽ ടു ആംഗിൾ സി ബി എ ആണ് അല്ലേ. അപ്പോൾ നമുക്ക് ഈ സി ബി എ എന്നുള്ള ആംഗിളിന് പകരം ഡി എ ബി തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആംഗിൾ ഡി എ ബി പ്ലസ് ആംഗിൾ ഡി എ ബി ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി എന്ന് കിട്ടും അല്ലേ. ഇത് നമുക്ക് ആംഗിൾ ഡി എ ബി പ്ലസ് ആംഗിൾ ഡി എ ബി എന്ന് പറഞ്ഞാൽ എന്താണ്? 2 ആംഗിൾ ഡി എ ബി ആണ് അല്ലേ. അപ്പോൾ നമുക്കിതിനെ 2 ആംഗിൾ ഡി എ ബി എന്ന് എഴുതാം അല്ലേ. ഇസ് ഈക്വൽ ടു 180 ഡിഗ്രി. ഇനി ഈ 2നെ നമുക്ക് അപ്പുറത്തേക്ക് കൊണ്ടുപോകാമല്ലോ. അപ്പോൾ എന്ത് വരും? ആംഗിൾ ഡി എ ബി ഇസ് ഈക്വൽ ടു 180 ഡിഗ്രി ഡിവൈഡഡ് ബൈ 2. 180 ഡിവൈഡഡ് ബൈ 2 എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രിയാണ് അല്ലേ. അപ്പോൾ ആംഗിൾ ഡി എ ബി 90 ഡിഗ്രിയാണെന്ന് കിട്ടി. നമുക്ക് ആ ഫിഗർ ഇവിടെ ഒന്ന് വരയ്ക്കാം. ആംഗിൾ ഡി എ ബി അതായത് ഈ ആംഗിൾ 90 ഡിഗ്രി ആണെന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആംഗിൾ ഡി എ ബി 90 ഡിഗ്രി ആണെങ്കിൽ ആംഗിൾ സി ബി എ 90 ഡിഗ്രി ആയിരിക്കും അല്ലേ. Therefore ആംഗിൾ ഡി എ ബി is equal to ആംഗിൾ സി ബി എ is equal to 90 ഡിഗ്രി. ഈ രണ്ട് ആംഗിൾസ് നമുക്ക് 90 ഡിഗ്രി ആണെന്ന് കിട്ടി. നമുക്ക് ഓൾറെഡി അറിയാം പാരലലോഗ്രാമിൻ്റെ സൈഡ്സ് ഒരിക്കലും 90 ഡിഗ്രി ആയിരിക്കില്ല അല്ലേ. അപ്പോൾ ഒരു പാരലലോഗ്രാമിൻ്റെ ഏതെങ്കിലും ആംഗിൾസ് 90 ഡിഗ്രി ആണെങ്കിൽ അതൊരു റെക്റ്റാങ്കിൾ ആയിരിക്കും. Therefore ABCD is a rectangle. എന്തുകൊണ്ടാണ്? If any angle of a parallelogram is 90 degree, then it is a rectangle. Hence proved.